ഹായ് ഓൾ, ഇറ്റ്സ് മീ ഡോക്ടർ ഫാഹിം. പ്രമേഹ രോഗികൾ, അതായത് ഡയബറ്റിക് പേഷ്യൻസ് നമ്മുടെ നാട്ടിൽ എല്ലാ വീട്ടിലും ഇപ്പോൾ ഉണ്ട്. നാലാൾക്കാർ എടുത്താൽ ഒരാൾ ഡയബറ്റിക് പേഷ്യൻ്റ് രീതിയിലാണ് പറയുന്നത്. വീട്ടിൽ എന്തായാലും ഉണ്ടാവും, നിങ്ങളുടെ വീട്ടിലുണ്ടാവും. ആരും പേടിപ്പിക്കാൻ വേണ്ടിയല്ല, എല്ലാവർക്കും നല്ല രീതിയിൽ സമാധാനം കിട്ടാനുള്ള ഒരു വീഡിയോ ആണിത്. നമ്മൾ പല ആൾക്കാർ പറയും ഈ ഷുഗർ വന്നു കഴിഞ്ഞാൽ ഒന്നും കഴിക്കാൻ പറ്റൂല, മധുരം തൊടാൻ പറ്റൂല, അത് കഴിക്കരുത് ഇത് കഴിക്കരുത്, അങ്ങനെ എല്ലാ വീട്ടിലും റെസ്ട്രിക്ഷൻസ് ചെയ്യും. അപ്പോൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഷുഗർ പേഷ്യൻസിന് കുറച്ചൊരു ആശ്വാസം കിട്ടും, ഉറപ്പുള്ള കാര്യമാണ്. അതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത്, ഈ ഡയബറ്റിക് പേഷ്യൻസ് നമ്മുടെ നാട്ടിൽ ഒരുപാടുണ്ട്. അത് നമുക്ക് കുറച്ച് പ്രീ ഡയബറ്റിക് സ്റ്റേജ്, അതായത് ഷുഗർ ഒരുപാട് വരുന്നതിന് മുമ്പ് ഇടയ്ക്ക് റൊട്ടീൻ ചെക്കപ്പ്, ഒരു 35 വയസ്സിന് ശേഷമുള്ള ആൾക്കാർ, എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്, ഒരു 35 വയസ്സിന് ശേഷം എല്ലാ വർഷവും ഒന്ന് റൊട്ടീൻ ചെക്കപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും. എല്ലാവരും ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ 35, 36, 37, 45 ഇങ്ങനെ മേലോട്ട് പോകുന്ന ആൾക്കാരൊക്കെ ഒന്ന് ബ്ലഡ് ചെക്കപ്പ് റൊട്ടീനായിട്ട് എല്ലാ വർഷവും ഒന്ന് ഏതെങ്കിലും ഒരു മാസം, എല്ലാ ഡിസംബറിൽ അല്ലെങ്കിൽ എല്ലാ ജനുവരിയിൽ ഏതെങ്കിലും ഒരു മാസം ചെയ്താലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഷുഗർ കൂടി വരുന്നുണ്ട്. പ്രത്യേകിച്ച് ജനറ്റിക്കലി ഹെറിഡിറ്ററി ഉള്ള ആൾക്കാർ, എൻ്റെ വീട്ടിൽ ഉമ്മയും ഉപ്പയും ഷുഗർ പേഷ്യൻ്റ് ആണ്, അങ്ങനെയാണ് എനിക്ക് വരാൻ ചാൻസ് ഉണ്ടെന്ന് ബോധം വേണം നമുക്ക് എന്തായാലും. അപ്പോൾ അങ്ങനത്തെ ഇത് ജനറ്റിക് ഉള്ള ആൾക്കാർ അഫ്കോഴ്സ് എന്തായാലും ചെയ്തിരിക്കണം, നിർബന്ധം. എല്ലാ വർഷവും ഒന്ന് 30-35 വയസ്സിന് ശേഷം ഒന്ന് ചെയ്തിരിക്കണം. ഇനി പ്രമേഹ രോഗികൾക്ക് ഭക്ഷണം എങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ, രാവിലെ 8 മണി ഒരു ബ്രേക്ക്ഫാസ്റ്റ്, 8 മണിക്ക് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ടൈമാണ്. കഴിക്കുമ്പോൾ എങ്ങനെ കഴിക്കുക വെച്ചാൽ, മാക്സിമം നിങ്ങൾ ഓട്സ് കഴിക്കാൻ നോക്കുക, നല്ലതാണ്, ഹെൽത്തിന് നല്ലതാണ്. ഓട്സ് കഴിക്കാൻ നോക്കുക. അല്ലെങ്കിൽ നമ്മൾ മലയാളികൾ കഴിക്കുന്ന ഭക്ഷണമായിട്ട് പുട്ടാവട്ടെ, വെള്ളാപ്പാട്ടെ, ഇടിയപ്പാട്ടെ എന്തും കഴിക്കാം, ക്വാണ്ടിറ്റി കുറച്ച്. പുട്ടാണെങ്കിൽ ഒരു കഷ്ണം പുട്ടെടുക്കാൻ, അതിൻ്റെ കൂടെ പഞ്ചസാര അല്ലെങ്കിൽ പഴം, ആ ശീലം വേണ്ട, രണ്ടും ഭയങ്കര ഓവറായിപ്പോൾ. അതുകൊണ്ട് പുട്ടെടുക്കുക, അതിൻ്റെ കൂടെ ചെറുപയർ, അതേ അളവിൽ തന്നെ ചെറുപയർ ഒരു കപ്പിൽ യൂസ് ചെയ്യുക. ഒരു കഷ്ണം പുട്ട്, ചെറുപയർ, നല്ല വിശപ്പടങ്ങും. മധുരമില്ലാത്ത ചായ, മധുരം പൂർണ്ണമായിട്ട് ഒഴിവാക്കണം ഷുഗർ പേഷ്യൻ ഓഫ്കോഴ്സ്. അപ്പോൾ മധുരമില്ലാത്ത ചായ, പുട്ട്, ഇതുപോലെ ചെറുപയർ അല്ലെങ്കിൽ കടലക്കറി കഴിക്കാം, കുഴപ്പമില്ല. പഴം കഴിക്കുക, അതിനോട് പഞ്ചസാര കൂട്ടുക, അത് പറ്റില്ല നമുക്ക്. അത് ഭയങ്കര ഹൈ കലോറി ആയിപ്പോൾ, പെട്ടെന്ന് ഷുഗർ ലെവൽ പെട്ടെന്ന് കൂട്ടിപ്പോൾ. ഒരു 9 മണിക്ക് ശേഷം, അല്ലെങ്കിൽ 9 മണിക്ക് ഇപ്പോൾ ദോശ കഴിക്കുന്ന വെച്ചോ, 2 ദോശ കഴിക്കാം, കൂടെ സാമ്പാർ കഷ്ണം കഴിക്കാം, അല്ലെങ്കിൽ കടലക്കറി കഴിക്കാം. അല്ലെങ്കിൽ അതിൻ്റെ കൂടെ നമ്മളിപ്പോൾ ഇഡ്ഡലി കഴിക്കുന്നത് 2 to 3 ഇഡ്ഡലി കഴിക്കാം, കുഴപ്പമില്ല, 2 to 3 ഇഡ്ഡലി കഴിക്കാം. അതിൻ്റെ കൂടെ സാമ്പാർ അല്ലെങ്കിൽ കടലക്കറി അല്ലെങ്കിൽ പയറ് കറി, എന്താ വെച്ചാൽ കറി കഴിക്കാം. ഇതേപോലെ ഓട്സ് ആയിരിക്കും ബെറ്റർ, എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. ഓട്സ് കഴിക്കുമ്പോൾ വിശപ്പ് അടക്കും. അതിന് കൂടെ ഒരു മണിയൊരു മുട്ട കഴിക്കാം, ഓട്സിൻ്റെ കൂടെ പ്രോട്ടീൻ ഡിഷായിട്ട് മുട്ടയും കഴിക്കാം. ഒരു കപ്പ് ഓട്സ് ഉണ്ടാക്കേണ്ട വിധം എന്ന് വെച്ചാൽ, ഒരു ഗ്ലാസ് വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓട്സ് ഇടാൻ, അത് തിളച്ച് വരുമ്പോൾ അതിലേക്ക് 1/2 ഗ്ലാസ് പാൽ ഒഴിച്ച് തിളപ്പിച്ച് കുറുക്കിയെടുക്കാൻ, ലേശം ഉപ്പ് വേണമെങ്കിൽ ഇടാം ടേസ്റ്റിന്. ഓൺ ടേബിൾ കോരിയും കുടിക്കാൻ, അല്ലെങ്കിൽ വെള്ളം കുറച്ചും ഡൈലൂട്ട് ചെയ്ത് കുറച്ചുകൂടി വലിച്ചാൽ കുടിക്കാൻ, ഒരു മുട്ട പുഴുങ്ങിയത് കഴിക്കാൻ. നാസ്ത, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഓക്കെയാണ്. ഇനി 11 മണിക്ക് പിന്നെ ഒരു മണി ചെറിയൊരു കടി കഴിക്കാം. എന്തെന്ന്, കട്ട് ഫ്രൂട്ട്സ് തന്നെ, ഇവിടെ ഒരു ചെറിയൊരു കഷ്ണം ആപ്പിൾ കഴിക്കാം, അല്ലെങ്കിൽ ഒരു ഓറഞ്ച് കഴിക്കാം. അല്ലെങ്കിൽ ഒരു വെജ് സലാഡ് തന്നെ ഉണ്ടാക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ. കക്കരിയും അല്ലെങ്കിൽ തക്കാളിയും അല്ലെങ്കിൽ ഈ ലെറ്റ്യൂസ്, ഇതൊക്കെ ചെറിയൊരു കപ്പിൽ, ഈ സൈസ് കാണുന്ന കപ്പിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ചെറിയ കപ്പിൽ ഇതേപോലെ സലാഡ് ഉണ്ടാക്കിയിട്ട് കഴിക്കാം ഒരു 11 മണിക്ക്. അപ്പോൾ 8:30-9 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പിന്നെ 11 മണിക്കാണ് നിങ്ങൾ കഴിക്കുന്നത്. ഒരു 2-3 മണിക്കൂർ ഇവിടെയായിട്ട് കഴിച്ചിരിക്കണം, അല്ലാണ്ട് പട്ടിണി കിടക്കണ്ടോ അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക, അതൊന്നും ആവശ്യമില്ല ഷുഗർ പേഷ്യൻ്റ്. ഇതാണ് റെഗുലർ ആയിട്ട് ഒരു നിശ്ചിത അളവ് വെച്ച്, നിശ്ചിത ഗ്യാപ്പ് വെച്ച് കഴിച്ച് മുമ്പോട്ട് പോവുക. 11 മണിക്ക് കഴിക്കാൻ ചെറിയ ക്വാണ്ടിറ്റി, നമുക്ക് വിശപ്പടങ്ങും. പിന്നെ ഒരു 1:30-2 മണി ലഞ്ചിന് മലയാളികൾ കഴിക്കുന്ന പോലെ ചോറ് കഴിക്കണം നിർബന്ധമായിട്ട് ഷുഗർ പേഷ്യൻസ്. ചോറ്, അരിഭക്ഷണം തീരെ വേണ്ട എന്ന് പറയുന്നത് വളരെ വിഡ്ഢിത്തരാണ്. കാരണം ഷുഗർ പെട്ടെന്ന് കുറയാനും ചാൻസ് ഉണ്ട് ഷുഗർ പേഷ്യൻ്റ്. സോ ചെറിയൊരു അളവിൽ ഷുഗർ മീൻസ് കലോറീസ് ഉള്ളിൽ പോകണം ശരീരത്തിൽ. അതുകൊണ്ട് ചോറ് ഇതേപോലെ ഒരു പ്ലേറ്റിൻ്റെ 4/1 ഭാഗം, ഈ ഫോട്ടോ കാണുന്ന പോലെ 4/1 ഭാഗം ചോറ് റൈസിലാണ്. അതിൻ്റെ കൂടെ വെജിറ്റബിൾസ്, തോരൻ അല്ലെങ്കിൽ വറവ്, പയറാകട്ടെ അല്ലെങ്കിൽ ചെറുപയറാകട്ടെ അല്ലെങ്കിൽ ക്യാരറ്റ് ആകട്ടെ, ബീട്രൂട്ട് വറവാകട്ടെ, എന്ത് വറവായാലും ശരി, ഇതേപോലെ ഒരു 1/2 പ്ലേറ്റ് അല്ലെങ്കിൽ ഒരു ക്വാർട്ടറോളം, ഒരു 1/3 പ്ലേറ്റോളം നമുക്ക് എടുക്കാം, കുഴപ്പമില്ല. കൂടുതൽ കഴിച്ചോ കുഴപ്പമില്ല. അതിൻ്റെ കൂടെ വേണം ഫിഷ് ഫ്രൈ കഴിക്കാം, ഫിഷ് കറി കഴിക്കാം. ഓഫ്കോഴ്സ് ഫിഷ് കറി ആയിരിക്കും കൂടുതൽ നല്ലത്. നമ്മുടെ നാട്ടിൽ ഫിഷ് ഫ്രൈ കഴിക്കുന്ന ആൾക്കാരുണ്ട്, കഴിക്കാം, ഒന്നും കുഴപ്പമില്ല. ഷുഗർ പേഷ്യൻ്റ് ആയതുകൊണ്ട് വെച്ചിട്ട് ഈ കരിച്ചത് പൊരിച്ചിട്ട് ഒഴിവാക്കണം, ഭയങ്കര ഓവറായിട്ട് കഴിക്കരുത്. ഒരു ചെറിയ കഷ്ണം മീൻ കഴിക്കുന്നതിന് ഒരു കുഴപ്പമില്ല, കഴിക്കാം, പ്ലേറ്റിൻ്റെ അളവിൽ കഴിച്ചിരിക്കാം. ഇനി എൻ്റെ അടുത്ത് നമ്മൾ ചെയ്യേണ്ടത്, ഒരു വൈകുന്നേരം 4 മണി അല്ലെങ്കിൽ ഒരു 5 മണി ആകുമ്പോൾ പിന്നെയും വിശക്കാൻ ചാൻസ്. 1:30 കഴിച്ച് ഉച്ചക്ക് ലഞ്ച് കഴിച്ചതാണ്, പിന്നെ വൈകുന്നേരം വരുന്നത് 3:30, 4, 4:30 ആ സമയത്ത് ചായ കഴിക്കാം, മധുരമില്ലാത്ത ചായ. നമുക്ക് ഷുഗർ പേഷ്യൻ്റ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ, മധുരം പെട്ടെന്ന് ഒഴിവാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതായത് ഇത്രയും കാലം 2 ടീസ്പൂൺ ഷുഗർ ഇട്ട് ചായ കുടിക്കുന്ന വ്യക്തികൾ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഷുഗർ കണ്ടുപിടിച്ച് ഗുളിക കഴിക്കുന്ന, മധുരം പൂർണ്ണ ഒഴിവാക്കും, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ക്വാണ്ടിറ്റി കുറച്ച് കൊണ്ടുവരാം, അങ്ങനെയല്ല, എല്ലാവർക്കും അങ്ങനെ പറ്റും. പെട്ടെന്ന് മധുരം അങ്ങനത്തെ ജീവിതം സഹിച്ച് ജീവിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു 2 ടീസ്പൂൺ ഷുഗർ ഇടുന്ന ആൾക്കാർ 1/2 ടീസ്പൂൺ ഷുഗറാക്കി മാറ്റാനത്.
ഓക്കെ, 1/2 ടീസ്പൂൺ ഷുഗർ മാത്രമേ ഒരു മധുരം ചെറുങ്ങനെ കിട്ടും. പിന്നെ 2 പിന്നെ ഷുഗർ പൂർണ്ണ, അങ്ങനെ സ്റ്റെപ്പ് ആയിട്ട് ഷുഗർ കുറച്ച് കൊണ്ടുവരാം ശരീരത്തിൽ നിന്ന്. മധുരത്തിന്റെ യൂസേജ് കുറച്ച് കൊണ്ടുവരാം. അപ്പോൾ ഈ പറഞ്ഞ പോലെ 1:30 ലഞ്ച് കഴിച്ച് പിന്നെ 4 മണി 3:30 4 5 ആ ടൈം പീരീഡിൽ നമുക്ക് ചായ കുടിക്കാം വിത്തൗട്ട് പിന്നെ ഷുഗർ. അതിൻ്റെ കൂടെ വേണമെങ്കിൽ 2 ബിസ്ക്കറ്റ് കഴിക്കാം വിശപ്പിന് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറയും 11 മണിക്ക് പറഞ്ഞ പോലെ വെജ് സലാഡ് കഴിക്കാം, അല്ലെങ്കിൽ ഒരു ഓറഞ്ച് കഴിക്കാം. ഓക്കെ, അതൊന്നും കുഴപ്പമില്ല. ഒരു ഹാഫ് ആപ്പിൾ കഴിക്കാം. സോ വൈകുന്നേരം ചായ കുടിച്ച ശേഷം പിന്നെ നമ്മളൊരു 7:30-8 മണി, അതിൽ കൂടുതൽ പോരുത്. 7:30 8 o'clock അതിൻ്റെ ഇടയ്ക്ക് ഡിന്നർ കഴിച്ചിരിക്കണം. ഡിന്നർ ഞാൻ പറഞ്ഞ പോലെ 2 ചപ്പാത്തി, 2 ഗോതമ്പ് ദോശ, അല്ലെങ്കിൽ റവൻ്റെ പുട്ട്, റവ ദോശ ഇങ്ങനെ കഴിക്കാം. മാക്സിമം അരി ഭക്ഷണം രാത്രി ഒഴിവാക്കാൻ നല്ലതായിരിക്കും. ലൈറ്റ് ഫുഡ് കഴിക്കാൻ നോക്കുക. എന്ന് വെച്ചാൽ ചിലർക്കറിയാം ഒരു പഴം മാത്രം കഴിച്ച് കിടക്കല സാർ, ഷുഗർ ഉള്ളതുകൊണ്ട് ഞാൻ ഫുൾ കൺട്രോൾ ഒരു നേന്ത്രപ്പഴം കഴിക്കും. അതിൻ്റെ ആവശ്യമില്ല. മലയാളികൾ കഴിക്കുന്ന പോലെ ഭക്ഷണം കഴിക്കാം. ക്വാണ്ടിറ്റി കുറക്കാൻ. ഒരുപാട് വലിച്ചു വാരി ചോറ്, ഒരു കൂമ്പാരം പോലെ ചോറ് കഴിക്കുക. ഞാൻ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട് ഈ എന്താ ഹോട്ടൽസിലൊക്കെ പോകുമ്പോൾ ഒരുപാട് അങ്ങനെ കഴിക്കേണ്ട ആവശ്യമില്ല. ഒരു 2 ഗോതമ്പ് ദോശ, 2 ചപ്പാത്തി കഴിക്കാം, ഒന്നും കുഴപ്പമില്ല. അതിൻ്റെ കൂടെ ഈ ചിക്കൻ കറി അല്ലെങ്കിൽ ഫിഷ് കറി, നമ്മൾ വീട്ടിൽ എന്താ കറി ഉണ്ടാക്കുക അത് കഴിക്കാം. ക്വാണ്ടിറ്റി കുറച്ച്. ലേറ്റ് ആയിട്ട് ഡിന്നർ കഴിക്കരുത്. ഒരു 7:30 8 o'clock ഡിന്നർ കഴിച്ച ശേഷം ഒരു 3 hours ഗ്യാപ്പോട് സ്ലീപ്പായിട്ട്. നമ്മുടെ നാട്ടിലെല്ലാവരും 11 മണിക്ക് 11 കിടക്കാൻ. നേരത്തെ കിടക്കുന്നത് അത്രയും നല്ലതാണ്. അങ്ങനെ ഒരു 10 മണിക്ക് കിടക്കുകയാണെങ്കിൽ കറക്റ്റ് 7 മണിക്ക് ഡിന്നർ കഴിച്ച് കഴിഞ്ഞിരിക്കണം. ഒരു 3 hours ഗ്യാപ്പ് ബിറ്റ്വീൻ ഡിന്നർ ആൻഡ് സ്ലീപ്പ്. മനസ്സിലായോ? അത് ഡിന്നർ കഴിച്ച് ഒരു 3 മണിക്കൂർ ശേഷം ആണ് ഉറക്ക് വരേണ്ടത്. അപ്പോൾ ലേറ്റായിട്ട് 10-11 മണിക്ക് ഡിന്നർ കഴിക്കുന്ന വ്യക്തികൾ 1 മണിയാവും ഉറങ്ങാൻ. അപ്പോൾ അത് പറ്റില്ല, നമുക്ക് സ്ലീപ്പിംഗ് സൈക്കിൾ മൊത്തം തെറ്റും. അതുകൊണ്ട് നേരത്തെ 7:30-8 മണിക്ക് ഡിന്നർ കഴിക്കുക, ഒരു 11 മണിക്ക് തന്നെ ഉറങ്ങും. ഇതാണ് ഒരു ദിവസം ഷുഗർ പേഷ്യന്റ്, ഡയബറ്റിക് പേഷ്യന്റ് ഫോളോ ചെയ്യേണ്ട ഒരു ആഹാര ക്രമം. ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ആൻഡ് ഓഫ് കോഴ്സ് പല ആൾക്കാരും പറയും ഞാൻ ഭയങ്കര ഡയറ്റിംഗ് ആണ്, ഞാൻ ഷുഗർ കുറക്കാൻ 2-3 കിലോ കുറച്ച്, പിന്നെ ഞാൻ ഫുൾ അരിഭക്ഷണം പൂർണ്ണമായിട്ട് ഒഴിവ്. അങ്ങനെ നമ്മുടെ ശരീരത്തെ ശിക്ഷിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, നമുക്ക് മലയാളികൾ കഴിക്കുന്ന ഭക്ഷണം ഞാൻ പറഞ്ഞ പോലെ ക്വാണ്ടിറ്റി കുറച്ച്, വളരെ ശ്രദ്ധിച്ചോ, അളവ് കുറച്ച് ഗ്യാപ്പ് വെച്ച് കഴിക്കാൻ ശ്രദ്ധിച്ചാൽ മതി. ബ്രേക്ക്ഫാസ്റ്റ് 9 മണിക്ക് കഴിച്ച് നമ്മൾ 11 മണിക്ക് പിന്നെ കട്ട് ഫ്രൂട്ട്സ് അല്ലെങ്കിൽ വെജിറ്റബിൾ സലാഡ് കഴിച്ച്, പിന്നെ നമ്മൾ ഉച്ചക്ക് ഒരു 1:30 നമ്മൾ ലഞ്ച് കഴിച്ച്, പിന്നെ 3:30-4 ആകുമ്പോൾ നമ്മൾ ഈവനിങ് സ്നാക്ക് ആയിട്ട് പിന്നെ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ വെജ് സലാഡ് കഴിച്ച് ബിസ്ക്കറ്റ് കഴിക്കാം വൈകുന്നേരം, അത് കുഴപ്പമില്ല. പിന്നെ നൈറ്റ് പിന്നെ അങ്ങനെ 5 നേരമായിട്ട് നമ്മൾ കഴിക്കുന്നത് ഭക്ഷണം. 5 നേരം ക്വാണ്ടിറ്റി കുറച്ച് കഴിക്കാം. ഈ ഷുഗർ പേഷ്യൻസിന് ഈ മറ്റുള്ള ആൾക്കാർക്ക് വേണ്ടി പറയുകയാണ്, നിങ്ങളുടെ വീട്ടിൽ ഷുഗർ പേഷ്യൻ്റ് ഉമ്മ ഉപ്പ അച്ഛൻ അമ്മ ഷുഗർ പേഷ്യൻ്റ് ഉണ്ടെങ്കിൽ അവർ ഏറ്റവും വലിയ പ്രശ്നം, അവർക്ക് ഭയങ്കര വിശപ്പായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ പിന്നെ ഇത്ര കഴിച്ചാൽ മതി, അത്ര നിങ്ങൾ ഷുഗറല്ലേ, നിങ്ങൾ മധുരത്തിന് ഭയങ്കര, നമ്മൾ സാധാരണ മനുഷ്യരെക്കാളും ആർത്തിയായിരിക്കും ഈ ഷുഗർ പേഷ്യൻ്റ് ഉണ്ടാകാൻ. മധുരം കണ്ടാലും ഐസ്ക്രീം കണ്ടാലും ഒക്കെ. ഓക്കെ, സാധാരണ രീതിയിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇതുവരെ ആർത്തിയില്ലാത്ത ആൾക്കാരായിരിക്കും, ഷുഗർ വന്ന ശേഷം ഭയങ്കര ആർത്തിയായിരിക്കും മധുരത്തിനോട്. അത് കാരണം അവർ അങ്ങനെയാണ്, രോഗത്തിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്നതാണ്. ഒരുപാട് മൂത്രം പോകും രാത്രി എണീച്ചിട്ട്. പല ആൾക്കാരും പറയും രാത്രിയൊക്കെ ഭയങ്കര മൂത്രം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി അത് ഷുഗറിൻ്റെ ഭാഗമാണ്, അതൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാം. ഇതാണ് ലൈഫ്, ഇങ്ങനെ ഉണ്ടാകുന്നത്, അത് മനസ്സിലാക്കുക. നിങ്ങൾ ഒരിക്കലും ശരീരത്തെ ഭക്ഷണം കഴിക്കാണ്ട് ഇന്ന് പട്ടിണി കിടന്ന് ശിക്ഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആവശ്യത്തിന് മിതമായ രീതിയിൽ മുമ്പോട്ട് കഴിച്ച് പോയാലും ഒരു പ്രശ്നവുമില്ല. പിന്നെ അതുപോലെ വേറെ പോലെ ഈ ജ്യൂസ് അടിച്ച് കുടിക്കുന്ന ഒരു ശീലമുണ്ട്. പല ആൾക്കാരും പറയും ഞാൻ വൈകുന്നേരം രാവിലെ ഞാൻ വെറും ഒരു മുസംബി ജ്യൂസ് അടിച്ച് മിക്സിയിൽ അടിച്ചിട്ട് ജ്യൂസ് കുടിച്ച്, അല്ലെങ്കിൽ മാംഗോ ജ്യൂസ് അടിച്ച് കുടിച്ചെന്നൊക്കെ പറയും. നമ്മൾ ജ്യൂസ് അടിക്കുന്നതിനേക്കാൾ എത്രയോ നല്ല ബെനിഫിറ്റാണ് വെറുങ്ങനെ കഴിക്കുന്നത്. അതായത് ഓറഞ്ച് തൊലിച്ച് കഴിക്കാം, ആപ്പിൾ കഴിക്കാം, മാംഗോ ഒരു ചെറിയ സ്ലൈസ് 1-2 ചെറിയ സ്ലൈസ് വേണമെങ്കിൽ കഴിക്കാം, കുഴപ്പമില്ല. ഒരുപാട് കഴിക്കരുത്, മാംഗോ ഭയങ്കര മധുരമാണ്. അപ്പോൾ ഇങ്ങനെ ഈ ഫ്രഷ് ആയിട്ട് അപ്പാട് റോ ആയിട്ട് കഴിക്കാൻ നോക്കാൻ. ജ്യൂസ് അടിക്കുമ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ ഫൈബർ കണ്ടന്റൊക്കെ മിക്സ് ആയി പോകും. അത് ഭയങ്കര അത് അത്ര നല്ലതല്ല ശരീരത്തിന്. അത് അതിനേക്കാൾ എത്രയോ ഗുണം ചെയ്യുന്നതാണ് ഫ്രഷ് ആയിട്ട് റോ ആയിട്ട് നമ്മൾ കഴിക്കുമ്പോൾ, അപ്പോൾ അപ്പാട് കഴിക്കുമ്പോൾ. അപ്പോൾ അത് ശ്രദ്ധിക്കാൻ നോക്കുക. ഷുഗർ പേഷ്യൻസ് അല്ല, നോർമൽ എല്ലാ പേഷ്യൻസും ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെ ഇതൊക്കെ. സോ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കുക, ഞാൻ പറഞ്ഞുതരാം, മാക്സിമം റിപ്ലൈ തരാൻ നോക്കാം. സോ നല്ലൊരു വീഡിയോ ആയിട്ട് ഡോക്ടർ ഫാഹിം ഇനി നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. സോ അതുവരെ